أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك مكر يبور. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതൊരാളും മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിൽ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അന്തസ്സും അഭിമാനവും. അന്തസ്സോടെ കൂടി ജീവിക്കണം, അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും യശസ്സിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ അടിമ അല്ലെങ്കിൽ യഥാർത്ഥമായ ഉടമ എന്ന് പറയുന്നത്, അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അന്തസ്സും അഭിമാനവും ഒക്കെ നമ്മൾക്ക് നൽകേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള അഭിമാനബോധം ഒരു നല്ല വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്തൊക്കെ അവൻ ഒരു മാന്യനായിരിക്കും, അല്ലെങ്കിൽ അവൻ യശസ്സുള്ളവനായിരിക്കും, പ്രതാപവാനായിരിക്കും എന്ന് പറഞ്ഞതായി കാണാം. അൽ മുഅ്മിനു ഇസ്സുൻ കരീം, ഒരു സത്യവിശ്വാസിയും അവൻ പ്രതാപമുള്ളവനും മാന്യനുമായിരിക്കും എന്നതാണ്. അപ്പോൾ ഈ പ്രതാപത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഒക്കെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നാണ് അതിൻ്റെ സ്രോതസ്സ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് നമ്മെ പരിഗണിക്കേണ്ടത്. അള്ളാഹു ആ ഒരു ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ, പ്രതാപവാന്മാരുടെ ലിസ്റ്റിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മളെന്നും നിന്ദിക്കപ്പെട്ടവരായി തീരുമെന്നതാണ്. വമൻ യുഹിനില്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരാളെയാണോ നിന്ദിച്ചിരിക്കുന്നത്, ഫമാ ലഹു മിൻ മുക്രിം, പിന്നെ ആ നിന്ദിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ഒരാദരവും ഈ ദുനിയാവിൽ വെച്ച് കിട്ടുകയില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അന്തസ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അഭിമാനത്തിന് ക്ഷതം വരരുത് എന്നും അത് നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടണം, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവുമായി ബന്ധം നിലനിർത്തണം എന്നതാണ്. ആ ബന്ധത്തിൽ കോട്ടം സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കാതിരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു കുടുംബത്തിൽ മുസ്ലിം തറവാട്ടിൽ ജനിച്ചതുകൊണ്ടായില്ല, നല്ല പേരിട്ടത് കൊണ്ടായില്ല, അറിയപ്പെട്ടവനാണ്, ശരിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ അവനൊരു ഇസ്സുള്ളവനാണ് എന്ന്, അവൻ പ്രതാപമുള്ളവനാണ് എന്ന് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിയേ മതിയാകൂ എന്നതാണ്. നമ്മുടെ നാട്ടിൽ ആരാണ് അഭിമാനമുള്ളവനെന്നും പ്രതാപമുള്ളവനെന്നും ഒക്കെ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ, അത് ഈ ഭൗതികമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുന്നതാണ്. നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, കുറെ സാമ്പത്തികമായി അല്ലെങ്കിൽ ധനപരമായ ശക്തിയോ അതുമല്ലെങ്കിൽ തൻ്റെ അധികാരത്തിൻ്റെ മറവിൽ ഈ രാജ്യത്തെ ഭരണാധികാരം എൻ്റെ കയ്യിലുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ, അങ്ങനെയാണ്. സമ്പത്തുണ്ട് എന്നതുകൊണ്ട് ചിലപ്പോൾ തോന്നും എനിക്കെന്തുമാകാം. കുറച്ചാളുകൾ കൂടി കൂടെ ഉണ്ടാകുമ്പോൾ ആ ആൾഫലത്തിൻ്റെ പേരിലും, അതേപോലെ തന്നെ അധികാരത്തിലെത്തുമ്പോൾ അത് ചെറിയ തലം തൊട്ട് വലിയ തലം വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മേലേ തട്ടിലെത്തുന്ന ആ ഇടം വരെയും അത് കിട്ടിയതിൻ്റെ പേരിൽ ഉങ്ക് കാണിക്കുകയും അതിൻ്റെ മറവിൽ എന്തും ചെയ്യാം, ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കട്ടെ എന്ന നിലയിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കുക മാത്രമല്ല, മറ്റുള്ള ആളുകളെ, എൻ്റെ താഴെയുള്ള ആളുകളെ അങ്ങ് കീഴ്പ്പെടുത്തിക്കൊണ്ട് കയ്യൂക്ക് കാണിക്കാനുള്ള സ്വാധീനമോ, ഇതൊന്നുമല്ല. മറിച്ച് സത്യവും നീതിയും ഒരാൾക്കും അടിയറവ് വെക്കാതെ, അക്രമവും അനീതിയും അവലംബമാക്കാതെ, അതെത്ര ചെറിയവനാണെങ്കിലും ശരി വലിയവനാണെങ്കിലും ശരി, അനീതി കാണിക്കാതെ നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ നേടിയെടുക്കേണ്ട സൽ സ്വഭാവമുണ്ട്, ശുദ്ധമായ ഹൃദയമുണ്ട്, മാനമര്യാദയോടുകൂടിയുള്ള അന്തസ്സും മനസ്സമാധാനവുമാണ് യഥാർത്ഥത്തിൽ പ്രതാപം എന്ന് പറയുന്നത്. അപ്പോൾ അഭിമാനം എന്താണ്, പ്രതാപം എന്താണ് എന്നതിൻ്റെ കൃത്യമായ ഒരു നിർവചനമാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പലപ്പോഴും നമ്മൾ അളക്കുന്ന ചില അളവുകോലുകളുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ നടത്തുന്ന അളവുകോൽ, തറവാടിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന ആ ഒരു ഗ്രാഫ് വെച്ച്, ആ ഒരു അളവുകോല് വെച്ച്, മീറ്റർ വെച്ച് നമ്മൾ അളക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അധികാരത്തിൻ്റെ പേരിൽ നടത്തുന്നതും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പ്രതാപം, അന്തസ്, യശസ്, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇത് നൽകേണ്ടവനാരാ? ലോകത്തെ പടച്ച, ചരാചരങ്ങളെ പടച്ച എല്ലാവരെയും ഒരുപോലെ കാണുന്ന പടച്ച തമ്പുരാനിൽ നിന്ന് മാത്രം കിട്ടേണ്ട സംഗതിയാണ് ഈ പറയുന്ന പ്രതാപവും ആദരവും അന്തസ്സും എന്നൊക്കെ പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. നമ്മുടെ സ്വഭാവരംഗത്ത് നമ്മൾ വലിയ ഒരു മാറ്റത്തിന് നമ്മെ വിധേയമാക്കണം.
എങ്കിലേ നമ്മൾക്ക് ഈ പ്രതാപം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൃദയശുദ്ധി കൈവരിച്ചിട്ടുള്ള സൽസ്വഭാവത്തിന്റെ ഉടമയായിട്ടുള്ള നല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെയും അവൻ ഭയപ്പെടേണ്ടതില്ല. ഈ രാജ്യത്തെ ഒരു ദണ്ഡിനെയും അവൻ ഭയപ്പെടേണ്ടതില്ല. ഇമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന ഒരാളെയും ഒരു ഭരണാധികാരിയെയും പേടിക്കേണ്ടതില്ല. പല സന്ദർഭങ്ങളിലും പലതും കാണിച്ച് പലതും മുന്നിലേക്ക് കൊണ്ടുവന്ന് പല വിധത്തിലുള്ള ഭീതിയുണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. എന്നാൽ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഹക്ക് ഹക്കായി കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നീതി നീതിയാണെന്നും അത് അനീതി എന്താണ് എന്നും അനീതിക്കെതിരിൽ പോരാടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന അത്തരം സംഭവങ്ങളെ ഒന്നും ഭയക്കേണ്ടി വരില്ല. ഇത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠമാണ്. വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽപ്പെട്ടതാണിത്. വിശ്വാസി ആരാണ്? കേവലം ഒരു പേരിന്റെ പേരിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടടോ, നിങ്ങൾ വ്യസനിക്കേണ്ട, വ അൻതുമുൽ അലൗന, നിങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ ഉന്നതന്മാർ, ഈ ലോകത്തെ ഏറ്റവും ഉന്നതന്മാർ നിങ്ങൾ തന്നെയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പം വിശ്വാസമാണ് അടിത്തറ, വിശ്വാസമാണ് അടിസ്ഥാനം. ആ വിശ്വാസം അടിയുറച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുകയും നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് നമ്മൾ വളരെ മാന്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവന് നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവൻ ഒട്ടും പേടിക്കേണ്ടതില്ല, അവന് ഭയപ്പെടേണ്ടതില്ല. അവൻ തന്നെയാണ് ഉന്നതൻ എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ഈ അഭിമാന ബോധം ഏതൊരു വിശ്വാസിക്കുണ്ടാകണല്ലോ. ആ അഭിമാന ബോധം നമുക്കറിയാം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന 5 നേരത്തെ നമസ്കാരം, 5 നേരത്തെ നമസ്കാരം പ്രത്യേകിച്ച് നമ്മളെ ആദ്യമായി നമ്മൾ ചൊല്ലുന്ന ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാരംഭ പ്രാർത്ഥന ഈ അഭിമാന ബോധമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച ആ റബ്ബിനിതാ, റബ്ബിങ്കലേക്കിതാ ഞാൻ എൻ്റെ മുഖത്തെ ഇതാ തിരിച്ചു വെച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫായിക്കൊണ്ട് വക്രതയില്ലാതെ, ഋജുമാനസനായിക്കൊണ്ട് വളച്ചുകെട്ടലില്ലാതെ, കാപ്പറ്റ്യമില്ലാതെ നേർക്കുനേരെ എൻ്റെ മുഖത്തെ മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായ നിലയിൽ ഞാനിതാ എൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല. അള്ളാഹുയെ സൃഷ്ടിച്ചു വെച്ച അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിൽ ഒരു പങ്കുകാരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മുവഹിദായ മനുഷ്യനാണ് എന്ന് നമ്മൾ ഈ നമസ്കാരം തുടങ്ങുമ്പോ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ എടുക്കുന്ന പ്രതിജ്ഞയാണത്. തീർന്നില്ല. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുഖി, എന്റെ മറ്റു ആരാധനാ കർമ്മങ്ങളെല്ലാം, വമഹിയായ, എന്റെ ജീവിതം, വമമാത്തി, എന്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനുള്ളതാണ് എന്ന് നമ്മൾ ഈ നമസ്കാരത്തിന് കൈകെട്ടി ഉടനെ നമ്മൾ പറയുന്ന പ്രതിജ്ഞയാണിത്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ, എന്റെ ജീവിതവും എന്റെ മരണവും വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതായ റബ്ബിനുള്ളതാണ്.
ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതാണ് അഭിമാന ബോധം എന്ന് പറയുന്നത്. ഞാൻ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനല്ല, ഞാനൊരു മുസ്ലിമാണ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ ഒരു മുസ്ലിമാണ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ, അത് അഭിമാന ബോധമാണ്. ആ അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് ഏതൊരു വിശ്വാസിയും അല്ലാഹുവിന്റെ മുമ്പിൽ അവന് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന ആ ഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ. അങ്ങനെ അല്ലാഹുവിനോട് പ്രതിജ്ഞ എടുക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ആര് പേടിപ്പിച്ചാലും ആര് ഭയപ്പെടുത്തിയാലും നമ്മൾ അത്തരം വിഷയങ്ങളെ കുറിച്ച് പേടിക്കേണ്ടതില്ല. പോരാ, അതേ സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയോടുകൂടിയാവണം ഏത് കാര്യത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതൊരു മാലയായി, ഒരു ചങ്ങലയായി അതിങ്ങനെ തുടരെ വന്നുകൊണ്ടേയിരിക്കും. വിശ്വാസികൾക്ക് അങ്ങനെയാണ്. പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, എല്ലാ വിധേനയുണ്ടാകും. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, ഖൗഫ് ഭയപ്പാടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരുപക്ഷെ പൗരത്വത്തിന്റെ പേരിൽ മറ്റടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങളെ ഭയപ്പെടുത്തി എന്ന് വന്നേക്കാം. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. അതുമാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലകളിലും വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ശാരീരികമായ നഷ്ടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ നേരിട്ടെന്ന് വന്നേക്കാം. അതേപോലെ തന്നെ നമ്മുടെ കൃഷികളെല്ലാം ഈ ഒരു വിധത്തിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കാൻ പ്രാപ്തനാകണം ഒരു വിശ്വാസി. ആ വിശ്വാസി അങ്ങനെ ആ നിലക്ക് ഒരു മൂശയിൽ അവനെ ഊട്ടപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിന്റെ പരീക്ഷണം അത് ഏത് വിധത്തിലും എങ്ങനെയും വരാം, ആരെക്കൊണ്ടും പേടിപ്പിക്കാം. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ, ഈമാൻ ഉണ്ടോ, ഒരിക്കലും അവൻ ആരെയും പേടിക്കേണ്ടതില്ല. കാരണം അവനെ പഠിപ്പിക്കുന്ന മതം ഇസ്ലാം അവനെ പഠിപ്പിച്ചു വളർത്തുന്നത് ആ ഒരു രീതിയില. എന്നാൽ ഇസ്ലാമിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടാൻ ശ്രമിച്ചാൽ, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അംഗീകരിക്കാതെ ജീവിക്കുക, എങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളിലൂടെ പോയാൽ അള്ളാഹു അവനെ തികച്ചും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. മതം യഥാർത്ഥത്തിൽ ഉപദേശമാണ് നൽകുന്നത്. അദ്ദീനു അദ്ദീനു അന്നസീഹ, മതം എന്ന് പറയുന്നത് അത് ഉപദേശമാണ്. തീർച്ചയായും നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. ലിമൻ, ആരോടൊക്കെയാണ് അത് എന്നറിയുമോ? കാല ലില്ലാഹി, അത് അല്ലാഹുവിനോടുള്ള, വലി റസൂലിഹി, അവന്റെ റസൂലിനോട്, വലിയ അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിം നേതാക്കന്മാരോട്, വഅമ്മത്തിഹിം, പൊതുസമൂഹത്തോട്, എല്ലാവരോടും ഗുണദോഷിക്കുക മാത്രമാണ് പരിശുദ്ധ മതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു മതവും അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ അറിയണം. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാനികമായ മാധുര്യം അത് നുകർന്നുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാ. ഈമാനികമായ മാധുര്യം അത് എപ്പോഴാണ് കിട്ടുക? അത് ഹിദായത്തിലൂടെയാണ് കിട്ടുക. ഹിദായത്ത് ശേഖരിക്കാനും അത് സംഭരിക്കാനും അത് നേടിയെടുക്കാനുമുള്ള പ്രവർത്തനമാണ് ഏതൊരു വിശ്വാസിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചോളൂ. ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത്രയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലൂടെ ജീവിച്ചോളൂ. എന്നാൽ
എന്റെ ഹുദ, എന്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഫമൻ തബിയ ഹുദായ, ആ ഹുദയെ ആരാണോ പിൻപറ്റുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരാളെയും ഒരു ശക്തിയെയും ഒരു വ്യക്തിയെയും പിന്നെ അവൻ പേടിക്കേണ്ടതില്ല, അവന് ദുഃഖമുണ്ടാവില്ല, അവന് വ്യസനമുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മളോട് പറയുന്നു. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾക്ക് ഈമാൻ മാധുര്യമുണ്ടോ? ഈമാനിന്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ദാക തഅമുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നത് മൻ റളീതു ബില്ലാഹി റബ്ബ, റബ്ബ് അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഏതൊരു മനസ്സുണ്ടോ ആ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദാക തഅമുൽ ഈമാൻ, ഈമാനിന്റെ മധുരം അവൻ നുകർന്നു. തീർന്നില്ല, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി മതമായി ആരാണോ തൃപ്തിപ്പെട്ട് അംഗീകരിച്ചിട്ടുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാനികമായ മധുരം നുകർന്നവനാണ്. വബി മുഹമ്മദിൻ റസൂല, റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, അന്തിമ പ്രവാചകൻ, ആ പ്രവാചകനെ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാൻ നുകർന്നവനാണ്, അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കൊച്ചു സൂറത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ലോകത്തെ മുഴുവൻ മനുഷ്യരും നഷ്ടകാരികളിൽ പെട്ടവരാണ് എന്ന് എല്ലാ കാലത്തെയും, അത് ഭൂതമാണെങ്കിലും വർത്തമാനമാണെങ്കിലും ഭാവിയാണെങ്കിലും ഏതൊരു സംഭവം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാലത്തെ സ്പർശിക്കാതെ ഒരു സംഭവവും ഈ രാജ്യത്ത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, മനുഷ്യ നീ നഷ്ടപ്പെട്ടവനാണ്, നഷ്ടകാരികളാണ് എന്ന് പറഞ്ഞിട്ടല്ല പറയാ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചിട്ടുണ്ടോ, ഈമാൻ നുകർന്നിട്ടുണ്ടോ, ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ടോ, വഅമലു സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ നീ പ്രവർത്തിച്ചിട്ടുണ്ടോ, വതവാസൗ ബിൽ ഹഖ്, പരസ്പരം സത്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ടോ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കുന്നതിന്റെ ക്ഷമയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ടോ, എങ്കിൽ നിങ്ങൾ വിജയിച്ചവരാണ്. ഇവർ അതിൽ നിന്നൊഴിവാണ്, അല്ലാത്ത ലോകത്തെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ടവരാണ് എന്ന് അള്ളാഹു ഒരു കൊച്ചു സൂറത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം അഭിമാനം നമ്മൾക്ക് അനിവാര്യമാണ്. അന്തസ്സും യശസ്സും പ്രതാപവും തീർച്ചയായും അതൊരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അതുണ്ടാകണോ, നമ്മൾക്ക് ഈമാൻ അടിയുറച്ചതാകണം. അതുണ്ടാകണോ, നമ്മൾ തവക്കുൽ ചെയ്യണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ പരിപൂർണമായും അല്ലാഹുവെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാ. അല്ല, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുന്നവർക്ക് മാത്രമേ ഈമാൻ നുകരാൻ കഴിയൂ, അതിലൂടെ അന്തസ്സുണ്ടാകൂ, അതിലൂടെ അഭിമാനം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പോരാ, സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പറയുന്നതോടൊപ്പം ഇസ്തിഖാമത്ത് നടത്തണം, പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതം സാക്ഷിയാക്കണം. എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് വന്ന് വിളിച്ചു പറയുമെന്നതാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് നേടിയെടുക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. എങ്കിലേ ഒരഭിമാനത്തോടു കൂടി, സമ്പത്ത് അതിന്റെ ഘടകമല്ല,
മറ്റുള്ള ഭൗതികമായ നമ്മുടെ നേട്ടങ്ങൾ അതിന്റെ ഘടകമല്ല. അധികാരം അതിന്റെ നേട്ടം അതിന്റെ ഘടകമല്ല. ഇതൊന്നുമല്ല. ഈമാനുണ്ടോ, ഖൽബിൽ വെളിച്ചമുണ്ടോ, നൂറ് അഥവാ പ്രകാശമുണ്ടോ എങ്കിൽ ഈമാൻ നമ്മൾക്കുണ്ട്. എങ്കിൽ ഒരാളെയും നമ്മൾ പേടിക്കണ്ട. എങ്കിൽ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ നമ്മൾ രേഖപ്പെടും. ദുനിയാവ് കിട്ടും. അതിനേക്കാളപ്പുറം ആഖിറത്ത്. അതിനെന്തു വേണം? ഖുലിൽ ഹഖ, സത്യം പറയണം. ആരുടെ മുമ്പിലും, ഏത് ചെകുത്താന്റെ മുമ്പിലും സത്യം തുറന്നു പറയണം. വലൗ കാന മുറ, അതെന്തുമാത്രം കൈപ്പേറിയതാണെങ്കിലും അത് തുറന്നു പറയാൻ തന്റെ അഭിമാന ബോധം അവനെ രക്ഷപ്പെടുത്തണം. ഇതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ നിലക്ക് ഒരഭിമാനത്തോടു കൂടി ജീവിച്ച് അഭിമാനത്തോടുകൂടി തന്നെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന നല്ല മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ സൂക്തമാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. മൻകാന യുരീദുൽ ഇസ്സത, പ്രതാപം അഥവാ അന്തസ്, അഭിമാനം, അത് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സത്തു ജമിയ, അതെല്ലാം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സ്രോതസ് അള്ളാഹുവിലാണ്. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, നമ്മുടെ നല്ല വർത്തമാനങ്ങളും നല്ല സംസാരങ്ങളുമെല്ലാം അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വൽ അമലു സാലിഹ്, അതുപോലെയുള്ള നമ്മുടെ നല്ല കർമ്മങ്ങളും അത് യർഫഉഹു, അത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അത് ഉയർത്തപ്പെടുന്നുണ്ട്. വല്ലദീന യംകുറൂന സയ്യിആത്ത്, എന്നാൽ തിന്മകൾ, ആ തിന്മകളുടെ കൂടെ പോവുകയും ആ നിലക്ക് തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെത്ര വലിയവനാണെങ്കിലും ശരി, ലഹും അദാബുൻ ശദീദ്, അതിശക്തമായ ശിക്ഷ അവർക്കുണ്ട്. വമക്റു ഉലൈക ഹുവ യബൂർ, തീർച്ചയായും അക്കൂട്ടരുടെ തന്ത്രം, കുതന്ത്രം അത് തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാശമടയാൻ കാരണമായി തീരുക എന്നതാണ്. ഇതുപോലെയുള്ള ആയത്തുകളാണ് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ അഭിമാന ബോധം വളർത്താൻ ഏറ്റവും കൂടുതൽ പ്രചോദനമാകേണ്ടത്. ഇസ്ലാം സൂചിപ്പിച്ചതുപോലെ അത് അഭിമാനമാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരം അത് അതിനേക്കാളും അഭിമാനമാണ്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അന്യൂനമായ, അതുല്യമായ ഒരു വേദഗ്രന്ഥമുണ്ട് എന്നതാണ്, പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രമാത്രം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത്. ആ ഒരു വേദഗ്രന്ഥം നിലനിൽക്കുന്നത് കൊണ്ടാണ്. കാരണം അതാണ് ആധാരമെന്ന് പറയുന്നത്. എല്ലാറ്റിൻ്റെയും ആധാരശീല അതാണ്. ഇസ്ലാം ജാതീയതക്കെതിരാണ്, വർണ്ണവിവേചനത്തിനെതിരാണ്. അതേപോലെ തന്നെ ഇതിനെല്ലാത്തിനെയും, അതായത് വർഗീയതയെയും ജാതീയതയെയും ഒക്കെ അതിനിഷിദ്ധമായി എതിർക്കുകയും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മതം എന്ന നിലയിൽ നമുക്കറിയാം, എല്ലാവരെയും നശിപ്പിക്കുന്ന മയക്കുമരുന്ന്, മദ്യം പോലെയുള്ള മദ്യം നിരോധിച്ച ഏക മതം ലോകത്ത് ഇസ്ലാം മാത്രമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ മഹത്വത്തെ സംബന്ധിച്ച് അതെത്രമാത്രമുണ്ട് എന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. പലിശ, ചൂതാട്ടം, അതേപോലെ തന്നെ സാമ്പത്തികമായ ചൂഷണങ്ങൾ, ഇതെല്ലാം നിഷിദ്ധമാക്കുകയും അതിന് പകരം സംവിധാനം
സക്കാത്ത് പോലെയുള്ള അതിശക്തമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ഒരു മതം, ആ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ജീവിക്കുമ്പോൾ തികച്ചും ഒരു അഭിമാന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഒരു അഭിമാന ബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഏത് കരിനിയമങ്ങളെയും നമുക്ക് പുല്ലുവില കൽപ്പിച്ച് വലിച്ചെറിയാൻ നമ്മൾക്ക് കഴിയും. ഏത് നിയമങ്ങൾ നമ്മെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം, ഒരു ഭീകരതക്കും നമ്മെ എതിർക്കാൻ കഴിയാത്ത വിധം നമ്മൾ വിശ്വാസ രംഗത്ത് കരുത്താർജിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരും. അപ്പം ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് വരുന്ന നിയമങ്ങൾ അടിക്കടിയായി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏതേത് പ്രശ്നങ്ങളെയും ഭയപ്പെടേണ്ട, വളരെ സമാധാനത്തിൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നോക്കി വീക്ഷിച്ച് കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഇതാണ് ആത്യന്തികമായ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ട നിലയിൽ മുസ്ലിമും മുഅ്മിനുമായി ഇസ്സത്തോടുകൂടി ഈ മരണം വരെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലും ചെറിയ കുട്ടിയടക്കം പ്രസവിച്ച കുട്ടി ഉൾപ്പെടെ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾ ആശുപത്രിയിലൊക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട്. റബ്ബേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എല്ലാ രോഗികളായി കിടക്കുന്ന ചെറുതും വലുതുമായ ആളുകൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. മരണപ്പെട്ടിന് കീഴടങ്ങിയിട്ടുള്ള, നമുക്കറിയാം ഇന്നലെയും ഇന്നും മിനിയാന്നൊക്കെയായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന മരണങ്ങൾ. പ്രായം കൊണ്ടല്ല, പെട്ടെന്ന് ഒരു നിൽക്കുന്ന സമയത്ത് ഒരു ഇരുത്തത്തിൽ അങ്ങ് മരണത്തിന് കീഴടങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ വിധിക്കുത്തരമേകി പോവുകയാണ്. അള്ളാഹുവെ, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.